എടി 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 ഇങ്ങനെ വന്നേടി. എടി പുത്തൻ പെണ്ണ് വന്ന് നടക്കണത്. ഇങ്ങനെ വിളിക്കടി. സ്വർണ്ണൊക്കെ ഒന്ന് കാണാടി. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. വാ. ആ ഇങ്ങനെ വന്നേ. ഇതെന്താ ഒന്ന് കാണട്ടെ. ഓ എൻ്റെ പൊന്നോ, ഞങ്ങൾ കുറച്ചു പേരൊക്കെ ഇവിടെ ഉണ്ട്. ആ അങ്ങ് വന്നേ. ഓ ഓ സ്വർണ്ണൊക്കെ ഒന്ന് കാണട്ടെ. ഇങ്ങനെ വന്നേ. ഓ ഭയങ്കര നാണാണല്ലോ. ഒരാഴ്ചയായി ഞങ്ങൾ കുറേ ദിവസങ്ങളായി നോക്കണത്. ഇവിടെ എങ്ങും കാണാനില്ല. ആ അതെ അതെ അതെ. ആ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താണോ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ചേച്ചി, അതാണ് കേട്ടോ. വളയൊന്ന് കാണിച്ച്. ആ വളയൊക്കെ ഒന്ന് കാണിച്ച്. ആ ഇതെത്ര പവനാ? പൊലിമ തോന്നുന്നുണ്ട്. ഞാനടുത്ത് പൊലിമ മാത്രമേ ഉള്ളൂ. ആ കൊള്ളാം, കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഈ സ്വർണ്ണമൊക്കെ മുഴുവൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കല്ലേട്ടാ, ആൾക്കാർ കണ്ടു വെക്കും. പിന്നെ അമ്മായിമ്മയും പെങ്ങളൊക്കെ എന്തി? എല്ലാവരും എന്തി? അമ്മയും ചേച്ചിയൊക്കെ അവിടെ ഉണ്ട് ചേച്ചി. അങ്ങോട്ട് വരായിരുന്നില്ലേ? അവർ ചോറിനിട്ട് കിടക്കണം. അപ്പം ഞാൻ 2 തുണി കഴുകിടാനുണ്ടായിരുന്നു, അതിനു വേണ്ടി ഒന്ന് ഇറങ്ങിയതാ. അല്ല, വന്നപ്പോൾ തൊട്ട് മക്കളോടൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ച്. അന്ന് കല്യാണത്തിൻ്റെ അന്ന് കണ്ട സന്തോഷമൊന്നുമില്ല മുഖത്ത്. അമ്മായിമ്മയും പെങ്ങളും ഭരണം തുടങ്ങിയ 2 നല്ല വിളഞ്ഞ വിത്തുകളാ. നോക്കിയും കൊണ്ടൊക്കെ നിന്നോളാം കേട്ടാ. അത് കലയെ കയറും. പറഞ്ഞില്ലെന്ന് വേണ്ട. വിഷു എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നുമല്ല, എന്നോടൊരു വേർതിരിവൊന്നുമില്ല. വളരെ സ്നേഹത്തിലൂടെ പെരുമാറുന്നേ. അത് വന്നപ്പോൾ തൊട്ട് അങ്ങനെയാട്ടോ ചേച്ചി. എനിക്ക് ഒരു വിഷമവുമില്ല. അതിപ്പോൾ എനിക്കറിയില്ല എന്തങ്ങനെ തോന്നിയത്. കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും വലിയ സ്നേഹം എന്നോട്. അയ്യോ എൻ്റെ പൊന്നു കുഞ്ഞേ, ഇതൊന്നും ചെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ നേരെ നേരെ കാണേണ്ടവരല്ലേ ഞങ്ങളൊക്കെ. ഞങ്ങളിങ്ങനെ ചോദിച്ചെന്നൊന്നും പറഞ്ഞേക്കല്ലേ. പിന്നെ അതൊരു വലിയ പ്രശ്നമാവും. അതാ കേട്ടാ. മോള് നോക്കി കണ്ടൊക്കെ നിന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇല്ല ചേച്ചി, അതൊന്നും ഞാൻ അവിടെ ചെന്ന് പറയൊന്നുമില്ല. ഇല്ല, അത് ശരിയല്ലല്ലോ. ഇല്ലേ ചേച്ചി? ചേച്ചി എന്നാൽ ഞാൻ അങ്ങോട്ട് ചെന്നോട്ടെ. ഞാൻ പറയാണ്ടാ പോകുന്നതേ. തുണി വിരിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നല്ലോ. പിന്നെ ഞാൻ ഇവിടെ പോയിന്ന് തിരക്കണ്ടായാലോ. അപ്പോൾ ഒന്ന് ചെന്നോട്ടെ. ഏട്ടൻ ചിലപ്പോൾ ഇപ്പം തന്നെ വരും. പിന്നെ ചേച്ചിയൊക്കെ അങ്ങോട്ട് സമയമുള്ളപ്പോൾ അങ്ങോട്ട് ഇറങ്ങുക. ഞാനും ഇങ്ങോട്ടും വരാം കേട്ടോ. എന്നാൽ ഞാൻ ചെല്ലട്ടെ. ഓക്കെ, പിന്നെ കാണാം കേട്ടോ. എന്നാൽ ശരി. എന്നാൽ മക്കളങ്ങ് ചെല്ല്. അവിടെ പണിയൊക്കെ കാണില്ലേ. ചെല്ല്. ആ ആ എന്തൊക്കെ വിചാരിച്ചതാ. ഒരു ഭൂകമ്പം കാണാമെന്ന് വിചാരിച്ചതാ. ഇവള് നമ്മ വിചാരിച്ച പോലെ നല്ലട്ടടി. ഇവള് വിളഞ്ഞ വിത്താ. ഇവള് കാന്താരിയാ. ഇവള് അറിഞ്ഞും കൊണ്ടൊക്കെ വർത്താനം പറയുള്ളൂ. ഇങ്ങനെ വന്നവളുമാരെ ലാസ്റ്റ് കുടുംബം വരെയൊക്കെ കൈക്കലാക്കണത്. ഇനി ജാനിയത്തിനെ നമുക്കൊന്ന് ഇളക്കാടി. അവിടെ പിടിക്കാം. അത് തന്നെ. ഈ കണക്കിന് പോയാൽ ഈ കുടുംബം മലർത്തി അടിക്കുള്ളൂ. പൂച്ചനെ പോലെ പറയണം. നാളെ കാണാം. അവളൊക്കെ 10ാം തരം മാറണവള്. നമ്മള് കാണാത്തതാണ് ഇവിടെ വന്നേക്കണങ്ങളെയൊക്കെ. നോക്കാം.